ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ പൊന്നുമടത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് സേതുവും ഹരിയും കൂടി ചേർന്ന്. അവർ രണ്ടുപേരും കൂടെ പോകാനായിട്ട് നമ്മുടെ ഹരി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഹരി, നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലുണ്ട്. എന്ത് ചേച്ചി? അത് പിന്നെ സേതുവേട്ടനെ വിളിച്ചിട്ടേ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. പുള്ളിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓഹോ, അപ്പം അതാണ് കാര്യം. ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളായിരിക്കും, അത് കുഴപ്പമാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി. ചേട്ടൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ്, എനിക്ക് തോന്നുന്നത് വെയിൻ കട്ടായി പോയിട്ടുണ്ടോയെന്നാ, അതാ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഫോൺ പോലും പിടിക്കാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടാണ് എൻ്റെ ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറയുകയാണേ. ആളിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ചേച്ചി ഉള്ളത്. പിന്നെ ഉണ്ടല്ലോ, പൊന്നുമടത്തിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതാണല്ലോ. അവിടെ സേതുവേട്ടനെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തായാലും സേതുവേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആളിവിടെ ഉണ്ട്. ഹരി, ഒന്ന് ഫോൺ കൊടുക്കോ നീ? അത് പിന്നെ ആളിപ്പോൾ നല്ല ഉറക്കത്തിലാണെന്ന് പറയുമ്പോൾ ആണോ, എന്നാൽ ശരി, ശല്യം ചെയ്യേണ്ട, ഞാൻ അങ്ങോട്ട് വരാവേന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പല്ലവി ചേച്ചി ഇവിടെ എത്തണം, അങ്ങനെ സേതുവേട്ടനൊന്നും ഓക്കെ ആവണമെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മുടെ ഹരി അവിടെ നിൽക്കുന്നു. സേതു അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നു. ആ സമയത്ത് ഉറക്കത്തിൽ അച്ഛൻ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ സേതു ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴത്തേക്ക് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ചായ ആയിട്ട് ദേ വന്ന് നിൽക്കുന്നു നമ്മുടെ ഹരി. അപ്പോൾ എന്താടാ നിന്ന് വിളിക്കണമെന്ന് ചോദിച്ചു. അല്ല, ഈ സ്വപ്നം കണ്ടതിൻ്റെ പേടി ഇതിൽ പോയില്ലല്ലേ എന്നിങ്ങനെ ഹരി ചോദിച്ചപ്പോൾ പോടാ എന്നും പറഞ്ഞ് ഇരിക്കുക കേട്ടോ. അപ്പോൾ സേതുവിന് ഇരുന്ന് ചായ കുടിക്കാൻ ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞപ്പം എടാ കുറച്ച് ദിവസം അവിടെ നിൽക്കാനുള്ളതാണ്, ഡ്രസ്സും ഒക്കെ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് വേണം കേട്ടോ വരാമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. അതെ, ആൾ വന്നു കഴിഞ്ഞല്ലോ, ഇതെന്താ പല്ലവി ചേച്ചി ഓടി വരാൻ കാരണമെന്നൊക്കെ ഹരി എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ സേതുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും പല്ലവി അവിടെ ഓട്ടോക്കാരന് കാശും കൊടുത്ത് വീട്ടിലേക്ക് ചാടി ഓടിക്കേറിയാണ് വരുന്നത്. സേതുവിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്ന് അടുത്തേക്ക് അങ്ങ് വരുന്നു. ഹരി പറഞ്ഞു, സേതുവേട്ടനെ കൈ അനക്കാൻ പോലും മേലെന്ന്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സേതു ഇങ്ങനെ ഒരു നോട്ടം ഹരിയെ. അപ്പം ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാവേ എന്ന് പറഞ്ഞ് ഹരി പോകാൻ തുടങ്ങുമ്പോൾ ഹരി എവിടെ പോവാ എന്ന് ചോദിച്ചു പല്ലവി. ഞാനും പൊന്നുമടത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സേതുവേട്ടൻ്റെ കൈയൊക്കെ വയ്യാതിരിക്കും അല്ലേ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാനും കൂടെ അവിടെ വേണം എന്ന് നമ്മുടെ ഹരി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകണം. പോയ പോക്കിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കും. എന്നിട്ട് സേതുവേട്ടാ വന്നേന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അകത്തേക്ക് കയറി പോകണം. അപ്പം നീ എന്തിനാണ് അവളോട് എൻ്റെ കൈ പോലും അനക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. അപ്പോൾ അതെ, ആളെ അറിയാൻ എന്തോന്നു അല്ല, പല്ലവി ചേച്ചിക്ക് പിന്നെ ഉണ്ടല്ലോ സേതുവേട്ടനോടൊരു ഇഷ്ടമുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ ആഴം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് നീ അറിഞ്ഞോ ഇനി പറയാൻ എന്തിരിക്കുന്നു, പല്ലവി ചേച്ചി ഓടിപ്പാഞ്ഞ് വന്നത് കണ്ടില്ലേ എന്ന് ഹരി പറയുന്നത് ഒറ്റ കീറി നിന്നാലുണ്ടല്ലോ, പോയി റെഡി ആയിട്ട് വാടാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ പറഞ്ഞു വിട്ടിട്ട് സേതു അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ അവൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പം അത് പിന്നെ നാളെ ഒരു കല്യാണത്തിൻ്റെ പന്തൽമണിയുണ്ടേ, അതിൻ്റെ ചില കാര്യങ്ങൾ സംസാരിച്ചതാ. അപ്പോൾ അതേ ഈ മുറിവും വെച്ചോണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ എന്ന് പല്ലവി പറഞ്ഞപ്പം ഇല്ല ഞാൻ പോവില്ലാന്നേ, വേദനയൊക്കെ ഉണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചപ്പം ഉണ്ടായിരുന്നു, ഇപ്പം എന്തായാലും ഒരുപാട് കുറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഹരി ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയെന്ന് പല്ലവി പറയാം. പല്ലവി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് പേടിക്കാനായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സേതുവിൻ്റെ അരികിലേക്ക് വന്നു നമ്മുടെ ഹരി പോകാമെന്നും പറഞ്ഞു. അപ്പോൾ പല്ലവി, ഹരി നീ വണ്ടി ഓടിച്ചാൽ മതി, കൈ വയ്യാതെ സേതുവേട്ടൻ വണ്ടി ഓടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ഹരി ഇങ്ങനെ കാണിക്കപ്പോൾ ഇടിയമ്മിച്ച് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊക്കെ വീങ്ങി നമ്മുടെ സേതു ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ പല്ലവി ഫ്രണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം പല്ലവി പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കണേ അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവുമെന്ന് പറഞ്ഞു പല്ലവി സേതുവിനോട്. ചേച്ചി കയറിക്കോ, ഓട്ടോ കിട്ടുന്നിടത്ത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ വണ്ടിയിൽ കയറുന്നു. അങ്ങനെ അവർ പോവുകയാണ്. അങ്ങനെ അവർ പോയി. ഈ സമയത്ത് നമ്മുടെ പല്ലവിയുടെ വീട്ടിൽ അവിടെ നമ്മുടെ പൊന്നമ്മ ചേച്ചി പുതിയ ചെറുക്കൻ്റെ ഫോട്ടോയും കൊണ്ട് വന്നേക്കുക. ഇതെങ്ങനെയുണ്ട്, പൊളിയല്ലേ, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പല ഫോട്ടോസ് കാണിച്ചു. അങ്ങനെ ഓരോ ഫോട്ടോകൾ കണ്ട് അവരങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നല്ല പയ്യനാ, ആ പയ്യൻ ഇങ്ങനെ, ഈ പയ്യൻ ഇങ്ങനെയാ, ആ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശോഭ പറഞ്ഞു, ജോലിയോ കൂലിയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറുക്കൻ്റെ സ്വഭാവം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ പയ്യൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, കല്യാണം കഴിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പൊന്നമ്മ ഈ പണിയും നിർത്തുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവിതം വെച്ച് നിങ്ങൾ അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തണ്ട, ഞങ്ങൾക്ക് വയ്യ ചേച്ചിയുടെ സങ്കടം കാണാനെന്ന് പാറു പറഞ്ഞു. ഈ കല്യാണം നടന്നാലേ പല്ലവിമോളുടെ ജീവിതത്തിൽ സന്തോഷത്തിൽ മേൽ സന്തോഷം മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. ഒരു വട്ടം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ശരിയാ, അതിന് അടുത്ത കല്യാണത്തോടെ എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്നൊക്കെ പറയുവാണേ. അപ്പം എന്താ പയ്യൻ്റെ പേര്? അപ്പോൾ പേര് വൈശാഖൻ, നാള് വിശാഖം. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക.
അങ്ങനെ ഇവരിങ്ങനെ നോക്കുന്നു. എല്ലാം തികഞ്ഞ 916 പയ്യനാ വൈശാഖ്. ഇവൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് നമ്മുടെ പല്ലവിയെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഓടിച്ചെന്നു, മോളെ ഇത് നോക്കിക്കേന്നും പറഞ്ഞ് ചെറുക്കൻ്റെ ഫോട്ടോ നോക്കാൻ പറഞ്ഞു. പൊന്നമ്മ ചേച്ചി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു. ആ ഫോട്ടോ മേടിച്ച് നോക്കിയതൊന്നും പോലുമില്ല, പിടിച്ചങ്ങ് 4 വലിച്ചങ്ങ് കീറി, 4 വലിച്ച് കീറിയിട്ട് ഒറ്റ ഏറായിരുന്നു. അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക, അതിനിടയിൽ വീണ്ടും കല്യാണമെന്നും പറഞ്ഞ് ആരും വന്നേക്കരുതെന്ന് പല്ലവി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോളെ പൊന്നമ്മ ചേച്ചി കൊണ്ടുവന്ന പയ്യൻ നല്ല പയ്യനാണെന്ന് പറഞ്ഞു, മോൾക്ക് എന്നെ വിശ്വസിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ്റെ ആലോചന കൊണ്ടുവരുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നിട്ട് അവസാനം എന്താ പറ്റിയതെന്ന് മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്കറിയില്ലേന്ന് ചോദിച്ചു. പൊന്നമ്മ ചേച്ചിയുടെ തല താനെ കുനിഞ്ഞുപോയി. അമ്മയും അച്ഛനൊന്നും മിണ്ടാതിരിക്കാം. ആ ഒരു കല്യാണം കൊണ്ട് എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വപ്നങ്ങളാണ് നശിച്ച് മണ്ണിനടിയിലായത്. കമ്മീഷൻ മേടിച്ച് കല്യാണം നടത്തി കൊടുത്ത നിങ്ങൾക്ക് ആ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകും മോളെ, എനിക്കും 2 പെൺമക്കളുള്ളതല്ലേ, എനിക്കതൊക്കെ മനസ്സിലാകും. പൊന്നമ്മ ആരുടെയും ജീവിതം വെച്ച് കളിച്ചിട്ടില്ല എന്നും ഞാൻ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയാണ് ഇന്ദ്രൻ്റെ ആലോചന കൊണ്ടുവന്നത്. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയെന്നുള്ളത് സത്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് മോളെ അവനേക്കാളും നല്ലൊരു പയ്യനെ അതിൻ്റെ ആലോചനയായിട്ട് ഞാൻ വന്നത്. എനിക്കിപ്പോൾ കല്യാണമൊന്നും അല്ല ചേച്ചി വേണ്ടത്, ഒരു ജോലിയാണ്. അത് പൊന്നമ്മ ചേച്ചി വിചാരിച്ചാൽ സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ പൊന്നമ്മ ചേച്ചിക്ക് അത് പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. ഇനി മേലിൽ കല്യാണക്കാരും എന്നോട് ആരും പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ മോൾ ഈ ചെറുക്കനെ ഒന്ന് നോക്കാനൊക്കെ ചേച്ചി പരമാവധി പറഞ്ഞു. പല്ലവി അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്ന് പല്ലവി ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ഇന്ദ്രൻ താലി കെട്ടിയതും അന്ന് സംഭവിച്ച കല്യാണം ഇതെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൂർണിമ ഭർത്താവിൻ്റെ ഫോട്ടോയും നോക്കി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അന്ന് മരിക്കുന്നതിനൊക്കെ മുമ്പ് മാധവൻ പറഞ്ഞു ഓരോരോ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പത്മജയും അതുപോലെ നമ്മുടെ പ്രതാപനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വരുന്നു. അപ്പോൾ പൂർണിമയോട് വിഷമിച്ചിരിക്കുന്നു. അടുത്ത് ചെന്നപ്പോൾ നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞ് അവരവിടെ വിളിച്ചിരുത്തുകയും ചെയ്തു പൂർണിമയെ. അപ്പോഴും കണ്ണുനീരൊക്കെ തുടച്ച് പൂർണിമയെ ഇരിക്കുന്നത് കാണുമ്പോൾ പൂർണിമ ചേച്ചിയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു പത്മജ. എന്താ മാധവേട്ടനെക്കുറിച്ച് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി ഇനി അളിയനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി, പോയ ആൾ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കതൊക്കെ അറിയാം പ്രതാപ, പക്ഷേ മാധവേട്ടൻ നൽകിയ ആ ഒരു ഓർമ്മകളുണ്ടല്ലോ അതിങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നും അതിനൊരു മാറ്റവും ഇല്ല, അത് പോവില്ലെന്നും നമ്മുടെ പൂർണിമ പറഞ്ഞു. വേണ്ട, അതിങ്ങനെ കൂടെയുള്ളത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകളുടെ ഓർമ്മകൾ നമ്മളെ അങ്ങനെയൊന്നും വിട്ടു പോവില്ല ചേച്ചി, അത്രയ്ക്കും ജീവനല്ലായിരുന്നോ പൂർണിമേച്ചി മാധവേട്ടനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്മജി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. എനിക്കും ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒന്നും പോകാൻ പോലും തോന്നുന്നില്ല ചേച്ചി, അളിയൻ്റെ ക്യാബിനിൽ ചെന്ന് കയറുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണെന്നൊക്കെ പറഞ്ഞു. ഒരുമാതിരി ദൈവത്തിൻ്റെ പ്രതിഷ്ഠയില്ലാത്ത ഒരു അമ്പലം പോലെ എനിക്കത് തോന്നണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രകടനങ്ങളാണ്. അപ്പോൾ അളിയൻ്റെ ആ ചിരിച്ച മുഖം അത് ഐശ്വര്യം തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് ഇവനടുത്ത ഓണത്തിന് മുമ്പ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് പൂർത്തിയാക്കണം, പിന്നെ അത് ഓണത്തിന് മുമ്പ് ഓപ്പൺ ചെയ്യണം, അതുകൊണ്ട് തന്നെ നിർത്തിവെച്ച പണി നമ്മൾ വീണ്ടും തുടങ്ങണം തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി മാധവേട്ടന് 16 കഴിഞ്ഞു മതി. മൃദുവിനോട് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെ അവൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പണിയൊക്കെ നമുക്ക് തുടങ്ങാന്നേ, ഞാനുണ്ടല്ലോ, സമയാസമയത്ത് ചെക്ക് ഒപ്പിട്ട് തന്നാൽ മതി, ഒരു മുടക്കവും വരാതെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണിമ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പം തന്നെ ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് അത്, ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് പോകാതെ ഫുൾ ടൈം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണെന്നും പറഞ്ഞ് ഇവനിങ്ങനെ പറയാം. അപ്പോൾ ശരിയാ, മാധവേട്ടൻ്റെ മരണത്തിന് ശേഷം പ്രതാപേട്ടന് കുറച്ച് ഉത്തരവാദിത്വ ബോധമൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് പത്മജ. ഞാനും കൂടി ഇവിടെ തളർന്നു പോയാൽ മാധവേട്ടൻ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങൾ ഓരോന്നായിട്ട് അണയാനായിട്ട് തുടങ്ങില്ലേ എന്ന് ചോദിക്കണം. എന്തോ എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എല്ലാം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കും, എങ്കിലും നിന്നെക്കൊണ്ട് മാത്രം അത് പറ്റില്ല പ്രതാപ എന്ന് പൂർണിമ. മാധവേട്ടൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് മൃദുവിനെയല്ലേ, അപ്പോൾ പിന്നെ നിന്നെ സഹായിക്കാൻ അവളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. മാധവേട്ടൻ്റെ 16 കഴിഞ്ഞോട്ടെ, അപ്പോൾ 16 അളിയൻ്റെ ആണ്ട് കഴിയാതെ മൃദു ഇപ്പോൾ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫോണിലൂടെ വിളിച്ചു പറയാമല്ലോ, പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അളിയൻ എന്നോടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വിശ്വസിപ്പിക്കാം.
ആ സമയത്ത് അങ്ങോട്ടേക്ക് ബേബി ചേച്ചി വന്നു. അപ്പോൾ ചായ എടുക്കട്ടെ സാറേന്ന് ചോദിച്ചു. ചായ കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും തോന്നുന്നില്ലെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്തേ നമ്മുടെ സേതുവും കൂട്ടുകാരനും കൂടെ വീട്ടിലേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്കും പൂർണ്ണിമ പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുക. അപ്പോൾ അളിയൻ്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒരു ശുദ്ധികലശം നടത്താനെന്ന് സേതുവിനെ കണ്ടപ്പോൾ ഈ പ്രതാപം പറഞ്ഞു. അതിനു മുമ്പ് ഒരു ശുദ്ധികലശം ഞാനിവിടെ നടത്തുമെന്ന് നമ്മുടെ സേതു. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്കെ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സേതു പറഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ ചാടി എഴുന്നേൽക്കുമ്പോൾ പത്മജ തടഞ്ഞു. അപ്പോൾ പ്രതാപൻ്റെ നേരെ നോക്കി പൂർണ്ണിമ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടി കാണിക്കുക. അപ്പോൾ ഇതാരാ സേതു എന്ന് ബേബി ചേച്ചി ചോദിച്ചു. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാ. അപ്പോൾ ഹരി നമസ്കാരവും പറഞ്ഞു. ഇനി എനിക്കൊപ്പം ഇവനും ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു സേതു. അതും പറഞ്ഞിട്ട് ഹരിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സേതു അകത്തേക്ക് കയറിപ്പോയി. സേതു അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇതെന്താ ചേച്ചി, ഇത് സത്രോ, വരുന്നവരെയും പോകുന്നവരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാനായിട്ടെന്നൊക്കെ ചോദിക്കാം. സേതു എന്ന് പറയുന്നവനേക്കാൾ ഫ്രോഡാ ആ കൂടെ പോയവനെന്നും പറഞ്ഞ് ഇയാൾ പറയാം. രണ്ടും കൂടി 16 അടിയന്തരത്തിന് മുന്നേ പൊന്നുമടം വീട് ഒരു എന്താ പറയുന്നത് ആക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് പൂർണ്ണിമയാകെ അല്ലാതിരിക്കാം. അത് കഴിഞ്ഞ് പൂർണ്ണിമ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബേബി ചേച്ചി അവിടെ നിന്ന് പൂർണ്ണിമയോട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ? അത് പിന്നെ ചേച്ചി ഞാൻ പറയണത് കൊണ്ടേ ഒന്നും തോന്നരുത്. സേതുവിൻ്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് വന്നത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറയണു. അപ്പോഴും പൂർണ്ണിമയൊന്നും പറഞ്ഞില്ല. അറിയാവല്ലോ, 3 പെൺകുട്ടികൾ താമസിക്കുന്ന വീടായത്. അതും കല്യാണപ്രായം എത്തിയ കുട്ടികളല്ലേ. അവർക്കിടയിലേക്ക് അങ്ങനെ അവനെ കൊണ്ടുവന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പം എന്തായാലും സേതു അങ്ങനെ പ്രശ്നക്കാരന് ആയിട്ടുള്ള ഒരാളെ ഒന്നും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ല. എത്ര വിരോധം ഉണ്ടെങ്കിലും അച്ചും മൃദുവും സ്വാതിയും സേതുവിൻ്റെ അനുജത്തിമാർ തന്നെയാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മളെക്കാളും ശ്രദ്ധ സേതുവിന് എന്തായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞു പൂർണ്ണിമ. അപ്പം ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തും വേണം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. ഇനി ഈ വീട്ടിൽ സംഭവിക്കും ചേച്ചി എന്ന് പറഞ്ഞപ്പം നീ എന്നെ ടെൻഷൻ ആക്കല്ലേ ബേബി. അയ്യോ ഞാൻ ചേച്ചിയെ ടെൻഷനാക്കാനൊന്നും വേണ്ടി പറഞ്ഞതല്ല. പഴയ കാലമൊന്നും അല്ല. പെൺപിള്ളേരുടെ മനസ്സ് മാറാനേ നിമിഷ നേരം മതി. എന്തെങ്കിലും പറ്റിപ്പോയിട്ടേ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. ചേച്ചിക്ക് അറിയാവല്ലോ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പെൺപിള്ളേർ പോലും ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്മാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കഥകൾ അതെന്തോരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാ ചേച്ചി. അപ്പം പിന്നെ ഇവിടെ അച്ചുവിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാ. എന്നാലും ആണൊരുത്തൻ മനസ്സുമാറ്റാൻ ഇറങ്ങി തിരിച്ചാലോ? കല്യാണത്തിൽ നിന്നൊക്കെ പിന്മാറാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലേന്നൊക്കെ ചോദിച്ചു. അതൊന്നും സംഭവിക്കില്ല. എങ്കിൽ പോലും നമ്മളുടെ സമയദോഷത്തിന് അങ്ങനെയെങ്ങാനും സംഭവിച്ചോ എന്ത് ചെയ്യും? അച്ചു അങ്ങനെ ഒരു കുട്ടിയല്ല. പിന്നെ വന്ന് കയറിയിരിക്കുന്ന ആ പയ്യനും അത്ര കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി പാവത്തിനെ പോലെ ഇരിക്കുന്നവരായിരിക്കും ഭൂലോക കുഴപ്പക്കാർ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നമ്മുടെ പൂർണ്ണിമ. ചേച്ചി ഒരു കാര്യം ചെയ്യേ, നൈസായിട്ട് അവനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ സേതുവിനോടൊന്ന് പറ. അല്ലെങ്കിൽ മാധവൻ സാറ് പോയതിനേക്കാൾ വേദന പൂർണ്ണിമ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സേതുവിനെ ഇപ്പോൾ സേതു ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അവൻ ഇവിടുന്ന് ഇറങ്ങിയാൽ സേതുവും കൂടെ പോകും. അതുകൊണ്ട് തന്നെ മാധവേട്ടൻ്റെ കർമ്മങ്ങളും മുടങ്ങും. അത് നടക്കാൻ പാടില്ല. സേതുവിൻ്റെ കൂട്ടുകാരൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ, പക്ഷെ നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും അവൻ്റെ മേലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹരി പുറത്ത് ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മൃദുവും അതുപോലെ സ്വാതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ നീ എന്താ എവിടെയും ചോദിച്ചു. അപ്പോൾ ഞാൻ സേതുവേട്ടൻ്റെ കൂടെ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അതുകൊണ്ട് സേതുവേട്ടൻ്റെ ഒരു കൂട്ടിന് എന്താ നിൻ്റെ സേതുവേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെന്ന് സ്വാതി ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, എൻ്റെ സേതുവേട്ടനെ ഒടുക്കത്തെ ധൈര്യമാണെന്ന് ഹരിയും പറഞ്ഞു. കൂട്ടിന് വന്നവൻ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അതുപോലെ ഞാൻ ഈ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വന്നതാ. അപ്പോൾ എന്തിനാ വലത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണെന്ന് സ്വാതി ചോദിച്ചപ്പം അയ്യോ ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞു ഹരി. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, നിന്റെ മുഖത്ത് തന്നെ നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ സ്വാതി പറഞ്ഞപ്പം അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാന്ന് പറഞ്ഞു ഹരി. അപ്പോൾ എന്താ തൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ ശ്രീഹരി. എവിടെയാണ് നിൻ്റെ വീട്? എനിക്കങ്ങനെ വീടൊന്നുമില്ല. പിന്നെ മരത്തിൻ്റെ മണ്ടയിലാണോ നീ താമസിക്കുന്നതെന്ന് സ്വാതി ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ആയിരിക്കും. കണ്ടിട്ടേ ഒരു കുരങ്ങനെ പോലുണ്ട്, വാലിൻ്റെ ഒരു കുറവേ ഉള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൃദു ഇങ്ങനെ കളിയാക്കുന്നു. എന്നിട്ട് രണ്ടും കൂടെ നിന്ന് ഹോ എന്ന് പറഞ്ഞ് ചിരിക്കും കേട്ടോ. നമ്മുടെ ഹരി ഒന്നും മിണ്ടുന്നില്ലേ. ഹരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സ്വാതി അടുത്തേക്ക് ചെന്നു. പറ എവിടെയാണ് നിൻ്റെ വീട്? അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ വീടൊന്നുമില്ല എന്ന്. ഞാനും എൻ്റെ കൂട്ടുകാരും മിത്രേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുവാണേ. അപ്പോൾ നിൻ്റെ പിന്നാലെ നിൻ്റെ കൂട്ടുകാരും ഇവിടെ എത്തുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ മിക്കവാറും ഇവിടെ എത്തുമെന്ന് ഹരി പറഞ്ഞു. ഇനി ആരും ഇവിടെ എത്തണ്ട, എത്തിയ നേരെ ചുവ നീ ഒന്നും ഇവിടുന്ന് തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു മൃദു. നിനക്കൊന്നും കയറി മേയാനേ പൊന്നുമടം വീട് പഞ്ചായത്ത് പ്രോപ്പർട്ടി ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞു. ഹരി ഒന്നും മിണ്ടുന്നില്ല. അപ്പം മര്യാദയ്ക്ക് തൻ്റെ പെട്ടി പ്രമാണം എടുത്ത് പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ താൻ ഞങ്ങളുടെ കൈയുടെ ചൂടറിയുമെന്നും. അപ്പോൾ കയ്യിൽ ചൂടുണ്ടോ എന്ന് ഞാൻ വേണമെങ്കിൽ തൊട്ട് നോക്കിയിട്ട് പറയാം. പക്ഷേ ഞാൻ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതേ സേതുവേട്ടനാണെന്ന് ഹരി പറഞ്ഞു. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിൻ്റെ സേതുവേട്ടനൊന്നും അല്ല, ഞങ്ങളാണെന്ന് മൃദു. ഹരിയെ എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
താനിവിടുന്ന് പോലെ തന്നെ കണ്ണിയും കുത്തിപ്പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും. അപ്പോൾ അതേ ബേബി ചേച്ചി അത് കണ്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ സേതുവേട്ടൻ പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഹരിയും പറഞ്ഞു. സേതുവേട്ടൻ ആരാടാ, നിന്റെ ദൈവമാണെന്ന് ചോദിച്ചപ്പം അതെ സേതുവേട്ടൻ എനിക്ക് ദൈവം തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഹരി. അപ്പോൾ പൈപ്പ് വെള്ളം കുടിച്ച് കടത്തിനെ കിടന്നുറങ്ങി എനിക്ക് ഭക്ഷണവും വസ്ത്രവും കിടക്കാനൊരിടവും തന്നതേ എൻ്റെ സേതുവേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് പുച്ഛം. അതുകൊണ്ട് തന്നെ സേതുവേട്ടൻ എൻ്റെ മനസ്സിൽ എൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ സ്ഥാനം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാലേ ഞങ്ങളുടെ മനസ്സിൽ നിന്റെ സേതുവേട്ടന് ചെകുത്തവൻ്റെ സ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് ഇവർ ഒച്ചയെടുത്തപ്പം അത് സേതുവേട്ടനെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ഹരി. സേതുവേട്ടനെ കുറിച്ച് അറിയാവുന്ന ആരും കുട്ടി പറയുന്നത് പോലെ പറയില്ല എന്ന് പറഞ്ഞു ഹരി. ഒരു സേതുവേട്ടൻ വന്നിരിക്കുന്നു ഡാ, ഇനി നീ അയാളുടെ പേര് പറഞ്ഞ് നിന്റെ നാവ് ഞങ്ങൾ പിഴുതെടുക്കുമെന്ന് പറഞ്ഞു മൃദുവും സ്വാതിയും കൂടെ പറഞ്ഞു. പക്ഷേ സേതു ആരാണെന്നുള്ള ആ ഒരു സത്യം നമ്മുടെ ഹരിയും ഇവരോട് പറയുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ പെണ്ണുങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയി. ഇത് വെറുതെ പറയുന്നതല്ല, ശരിക്കും പറഞ്ഞത് ആ മര്യാദയ്ക്ക് താൻ വിട്ടോ, അതാ തനിക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് സ്വാതി ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് നേരത്തെ പറഞ്ഞത് ഞാനെന്തായാലും തിരിച്ചെടുത്ത് ആ പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല, ഇവളുമാരാ കുഴപ്പക്കാരെന്ന് പറഞ്ഞു ബേബി ചേച്ചി ഇതൊക്കെ കണ്ടിട്ട് പറയാം. മിക്കവാറും ആ പാവത്തിന് ഇവളുമാർ ഇവിടുന്ന് കെട്ടിക്കുമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സേതു വന്നിങ്ങനെ നിൽക്കുന്നു. എന്തായാലും അവളുമാർക്കിട്ടുള്ള പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട്. അപ്പോഴേക്കും നോക്കിക്കൊണ്ട് നിൽക്കാതെ നീ നിന്റെ കൂടും കുടിക്കെടുത്ത് ഇവിടുന്ന് ഇറങ്ങടാന്ന് പറഞ്ഞുകൊണ്ട് മൃദു വലിയ ഷോ ഇറക്കുമ്പോൾ അവൻ ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്നും പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവളുമാർ ഇങ്ങനെ ഒരു ട്വിസ്റ്റേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.